അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്ര മണിയാണെന്ന് അറിയാമോ? ഞങ്ങൾ വന്ന് 12:30 വന്നു, കുളിച്ച് ഫ്രഷായിട്ട് 2 മണിയായിട്ട് കിടന്ന് ഉറങ്ങി. ഒരു 6-6:30 ആയപ്പോൾ എണീറ്റു. ഇപ്പോഴത്തെ സമയം വൈകിട്ട് 7:30 7:30 PM. സൂര്യൻ ഇവിടെ അസ്തമിക്കുന്നത് വളരെ പതുക്കെയാണ്. അതേപോലെ തന്നെ വളരെ താമസിച്ചാണ് സൂര്യൻ ഉദിക്കുന്നതും. ഇപ്പോൾ സമയം 7:30 ആവുന്നതേ ഉള്ളൂ രാത്രിയിൽ. ആൻഡ് പുറത്ത് നല്ല പ്രകാശം. നമ്മുടെ നാട്ടിലൊരു 5 മണി 5:30 എങ്ങനെയാണോ അതേപോലെയാണ് ഇരിക്കുന്നത്. ആഴ്ചക്ക പുറത്ത് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി കപ്പ് നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. പുറത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. എവിടെ പോലെ പെട്രോനാസ് ടവർ അല്ലേ? പെട്രോനാസും ബുക്കിറ്റ് ബിന്താങ്. അത് തന്നെ. നമ്മൾ അവിടെ 2 സ്ഥലങ്ങളിലും പോകും. യെസ്, അപ്പോൾ അത് നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വീഡിയോ, അതായത് കാനോൺ G7X റിവ്യൂവിൻ്റെയും അതേപോലെ തന്നെ കുറച്ച് ട്രെയിലർ, മലേഷ്യയുടെ ഒരു ടീസർ പാർട്ട്, അതിൻ്റെ ഒരു വീഡിയോ അവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ ഓൾറെഡി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കാണുക. ആൻഡ് ഹർഷിക പോലെ ഇപ്പോൾ സമയം 8 മണിയായി. ആൻഡ് വി ആർ ഗോയിങ് ഫോർ an outing. മലേഷ്യ കോലാലംപൂരിലെ കുറച്ച് സിറ്റിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആൻഡ് ഹർഷിക, 8 മണിയായി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വിശ്വസിക്കില്ല. വൈകിട്ട് ഒരു 6 മണി പോലെ ഉണ്ടല്ലോ ഇപ്പോഴും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. രാവിലെ നമ്മൾ വന്നപ്പോഴ് സമയം 8 മണിയാകുമ്പോഴും നേരെ വെളുത്തിട്ടില്ല. അത് ശരി, കാര്യം പറയണം. അത് ശരിയാ, അത് ശരിയാ. ഓക്കെ. So Sanjeev is also here. Hi Sanjeev. Hi, welcome. Yeah, we had a nice sleep. So let's go to city. We are moving now for Petronas Tower first. Then we will see the night view of the Petronas Tower with the full of lighting effects. And after that we will go to the Bukit Bintang area. That is most famous place of Kuala Lumpur. Okay. And it's a city center place, and you can see the lots of all kinds of food over there with in Jalan Alor. That is the one of the. So we are going to explore some food as well. ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് സഞ്ജീവ് ഭായി നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഒരു ദിവസം ഇവിടെ നെക്സ്റ്റ് ഡേ പഞ്ചാബ്, കൽക്കട്ട പറന്ന് നടക്കുന്ന ആളാണ്. നമ്മൾ വന്നെന്ന് പറഞ്ഞാൽ നമ്മള് പ്രോഗ്രാം ഒക്കെ തായ്ലൻഡൊക്കെ കണ്ടിട്ടുണ്ട്. വന്നിട്ട് മാക്സിമം നമുക്കൊരു ടൈം കണ്ടെത്തി വന്നിരിക്കുന്നതാണ് കാണുന്നത്. Wow, that's nice, that's nice. Okay, നമ്മുടെ ലിഫ്റ്റ്. ഓക്കെ, ലിഫ്റ്റ് എത്തി. ബാബാ, ലെറ്റ്സ് ഗോ. അവര് ഫ്രണ്ട്സ് അല്ലേ? ഹായ്, മണിരാജ്. അല്ല, നമ്മളിപ്പോ IBCലാണ് താമസിക്കുന്നത്. ഈ IBC എന്ന് പറഞ്ഞാല് വളരെ വലിയ പ്രോപ്പർട്ടിയാണ്. കാരണം എത്ര വലിയ ഗ്രൂപ്പുകൾ വന്നിരുന്നാലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ ശബ്ദം നമ്മുടെ വണ്ടി നമ്മൾ രാവിലെ പറപ്പിച്ചു വന്ന വണ്ടി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് രാവിലെ 150 രാജുഭായി പറപ്പിച്ചു കൊണ്ടുവന്ന വണ്ടി. ആ വണ്ടിയിൽ ഇത് ആക്ച്വലി സഞ്ജീവിന്റെ വണ്ടിയാണ്. സോ ഗാഡി बहुत अच्छा गाड़ी है, वो बहुत अच्छा गाड़ी है. കിട്ടില്ല ഗാഡി. വീട്ടിലെ വണ്ടിയാട്ടോ, ഒരു രക്ഷയില്ല. 100, 150, 150 എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം.
അപ്പോൾ മലേഷ്യ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ വരുന്ന ഒരു സംഭവമാണ് പെട്രോനാസ് ടവർ. ആ പെട്രോനാസ് ടവറിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് അലങ്കരിച്ചും പലതരത്തിൽ വർണ്ണങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല തിരക്കുണ്ട്. ഇപ്പൊ സമയം രാത്രി 8:30. ആരിസിക്കാം പെട്രോനാസ് ടവറിനെ കുറിച്ച് നമ്മളോട് 2 വാക്ക് പറയും. പെട്രോനാസ് ടവർ എന്ന് പറഞ്ഞാൽ മലേഷ്യ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് പെട്രോനാസ് ടവർ. പെട്രോനാസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവില്ല. ആ 2 ടവറുകൾ, രണ്ട് ബിൽഡിങ്സ് അതായത് ടിൻ ടവർ എന്ന് പറയും. 88 നിലകളുള്ള ബിൽഡിംഗ് ആണ് സുജിത്. ഇത് 88 നിലകളുണ്ട്. 88 നിലയുടെ ഒപ്പം തന്നെ ഇത് പണിതത് രണ്ട് കമ്പനിയാണ് ഇത് പണിതത്. അതാണ് ഇതിന്റെ മറ്റൊരു അത്ഭുതം. 2 കമ്പനിയാണ് പണിതത്. ഒരു 41-42 നില ആ ഗ്യാപ്പിൽ 2 ബിൽഡിംഗ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്കൈ ബ്രിഡ്ജ് ഉണ്ട്. അത് ഇവിടെ വരുന്നവർക്ക് ഇതൊരു 2 പ്രാവശ്യം വന്ന് കാണണം. ഒന്ന് പകലും വന്ന് കാണണം, മറ്റൊന്ന് രാത്രിയിലും വന്ന് കാണണം. 2 വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. സെൽഫി ഒക്കെ എടുക്കാനും മൊബൈലിലൊന്നും ഇത് ഒതുങ്ങില്ല. അതിനുവേണ്ടി ചെറിയ മറ്റേ മൊബൈലിലൊക്കെ വെക്കുന്ന ലെൻസുകളൊക്കെ വെക്കുന്നവരുടെ കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്. എന്തായാലും മലേഷ്യ വന്നവർ ഇത് കാണാതെ പോകില്ല. ഇത് ശരിക്കും എന്താ ഇത് ഷോപ്പിംഗ് മോളാണോ അതോ ഓഫീസാണോ? എന്താ ഷോപ്പിംഗ് ആണ് മെയിൻ ആയിട്ട്. ഷോപ്പിംഗ് ആണ് അധികം. ഇതിന്റെ 6 ഫ്ലോർ വരെ ഷോപ്പിംഗ് സെന്റേഴ്സും മാത്രമാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇപ്പൊ ഹോളിഡേ ആണോ അല്ലേ? ഇല്ല, നമുക്ക് കയറി കാണാവുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇന്നിപ്പോ നമ്മൾ കയറി അകത്ത് ചെന്ന് നോക്കിയിട്ടില്ല. നോർമൽ സ്കെയിലിൽ നമുക്ക് അകത്ത് പോയി സാധനങ്ങൾ മേടിക്കാം. നമ്മളെ ലുലുമാളിന്റെ അകത്ത് പോലെ തന്നെ അതുപോലെ തന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ബാക്കി ഓഫീസുകളൊക്കെ മോളിലുണ്ട്. ഒത്തിരി ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതിന്റെ ആ 42 ഫ്ലോറിൽ പോയിട്ട് ആ സ്കൈ ബ്രിഡ്ജിൽ കൂടി ഒന്ന് ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ അവധി നേരം കൊണ്ട് എങ്ങനെയും നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. തന്നെയല്ല നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്നത് എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലാണത്. എന്തായാലും നാട്ടിൽ നിന്ന് എല്ലാവരും മലേഷ്യയിലേക്ക് വരാം, ഇത് കാണാൻ എൻജോയ് ചെയ്യാം. ഇതിന്റെ മുമ്പിൽ നിന്നൊരു സെൽഫി എന്നുള്ളത് ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പൊ ശരി, ഞങ്ങളിനി ഇവിടുത്തെ കുറെ വിഷ്വൽസ് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ സെൽഫി എടുക്കുന്നതിൻ്റെ ബഹളത്തിലാണ്. ശരിക്കും നല്ലൊരു എന്താ പറയുക, നല്ലൊരു കിടിലൻ സ്ഥലമാണ്. മലേഷ്യ വരുന്നവർ ശരിക്കും മിസ് ചെയ്യരുത് ഈ സംഭവങ്ങളൊന്നും. പിന്നെ ചുറ്റും നിങ്ങൾക്ക് കാണാം മതിലുകൾ പോലെ ഇങ്ങനെ യമണ്ടൻ ബിഗ് 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 ബിൽഡിങ്സ്. മൊത്തം ഈ കാണുന്നത് ഒരു ബാങ്ക് ആട്ടോ. പബ്ലിക് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ്. സ്വർണ്ണ കളറിൽ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അതും വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. ചുറ്റും ബിൽഡിങ്ങുകൾ. നമ്മുടെ പെട്രോനാസ് ടവർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. ഹരിസിക്ക, ഇതിനെ കുറിച്ച് നമ്മൾ ഇത് എന്തെങ്കിലും പറയാനുണ്ടോ, വിട്ടുപോയിട്ടുണ്ടോ? പെട്രോനാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൺസ്ട്രക്ഷനിൽ നമുക്കറിയില്ല. എർത്തിക്വക്ക് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യലി എത്ര റിക്ടർ സ്കെയിൽ എത്ര ഹൈ ഇതിനോട് കൂടിയ എർത്തിക്വക്ക് ഉണ്ടായാലും ഇതിനൊന്നും പറ്റില്ല എന്നാണ് ഇവരുടെ എഞ്ചിനീയറിംഗ് ടീം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരുടെ നമ്മളതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇഫ് യു ആർ കമ്മിങ് ടു മലേഷ്യ. വന്നിട്ട് ഒരു 1.5 മണിക്കൂർ നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്റെ
വയറ് കുറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളിങ്ങനെ മലേഷ്യയിൽ ഇങ്ങനെ പെട്രോനാസ് ടവറിന്റെ മുമ്പിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാൻ നേരമാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പത്തനംതിട്ട കൂടൽ അല്ലെ, കൂടൽ സ്വദേശിയായ കിരണിനെ പരിചയപ്പെട്ടു. കിരണിന്റെ വൈഫും ഇവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് മലേഷ്യയിലാണ് ജോലി എന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ലാസ്റ്റ് നമ്മൾ കണ്ട് തായ്ലൻഡിന്റെ ആയിരുന്നു. തായ്ലൻഡിലോട്ട് പോകണമെന്നൊരു ഭയങ്കര അടുത്താണല്ലോ, സുഖമായിട്ട് പോയിട്ട് വരാം. അപ്പൊ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ റിസോർട്ടിലാണ്, സാരി പസഫിക് എന്ന് പറയുന്നത്. രണ്ടുപേരും? അതെ രണ്ടുപേരും. അപ്പൊ രണ്ടുപേരും കഴിഞ്ഞ 5 വർഷമായിട്ട് മലേഷ്യയിലെ ഒരു റിസോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ. അടിപൊളി ജീവിതമായിരിക്കും. എന്തായാലും എങ്ങനെയുണ്ട് മലേഷ്യൻ ജീവിതം? മലേഷ്യയിലെ നല്ല അടിപൊളിയാണ്, ഹാപ്പിയാണ്. എപ്പോഴും നാട്ടിൽ പോകാറുണ്ടോ? പിന്നെ ഇപ്പൊ നാട്ടിൽ വന്നേ ഉള്ളൂ. ഇപ്പൊ നാട്ടിൽ വന്നേ 1 വീക്ക് ആയതേ ഉള്ളൂ. ശരി, എന്തായാലും നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് തന്നു, കുറേയധികം കാര്യങ്ങൾ നമുക്ക് സഹായിച്ചു. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക്സ്. അപ്പൊ എന്തായാലും കിടില സ്ഥലം, അടിപൊളി സ്ഥലം. ഇനി നമ്മളെങ്ങോട്ടാ ആയിരിച്ചാ പോകുന്നത്? നമ്മള് ബുക്കിറ്റ് ബിൻതാങ്. ബുക്കിറ്റ് ബിങ്താങ്. അത് ഒരു സ്ട്രീറ്റ് ആണല്ലേ, വാക്കിംഗ് സ്ട്രീറ്റ് പോലെ പറയാം. അവിടെ ഫുഡാണ് മെയിൻ ആയിട്ടുള്ളത്. വെറൈറ്റി ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആണല്ലേ. അത് വെജ് നോൺ വെജ് ഒക്കെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് മൊത്തം മസാജ് സെന്ററുകളാണ്. അത് ആണോ? അപ്പൊ അതുപോലെ ഷോപ്പിംഗ് നടക്കും. ബുക്കിറ്റ് ബിൻതാങ്. ബുക്കിറ്റ് ബിങ്താങ് പേരൊക്കെ കിട്ടാൻ ഭയങ്കര പാടാം. സോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സഞ്ജയ് ഭായി ഇവിടെ പാർക്കിംഗ് കിട്ടാതെ അവിടെ എവിടെയൊക്കെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. നമുക്ക് സഞ്ജയ് ഭായിയെ വിളിച്ചിട്ട് നമുക്കിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. മലേഷ്യൻ ഫുഡുകളുടെ ചെറിയൊരു കട അടിപൊളിയാണ് കിടക്കുന്നത്, തട്ടുകട. ഒന്ന് കവർ ചെയ്ത് പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി കാഴ്ചയായിരിക്കും. കോക്കനട്ടാണ് എനിക്ക് തേങ്ങ, മറ്റേ കരിക്കും വെള്ളം പോലെ എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. അത് കുടിച്ചു നോക്കാം. എന്നാലും കരിക്ക് കിടക്കുന്നുണ്ട്, കരിക്ക് നീരിട്ടുണ്ട്. 3 റിങ്കറ്റാണ് ഇതിന്. നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം. സൂപ്പർ, നമ്മുടെ കരിക്കും വെള്ളം പോലെ. സൂപ്പറാണോ? കൊള്ളാം. ഇന്ന് നമ്മള് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ഇത് മാതൃകയാക്കേണ്ട കാര്യമുള്ളത്. അതായത് കരിക്കും വെള്ളം വലിയ ജാറിൽ കരിക്കും വെള്ളം ഒഴിച്ച് കരിക്ക് ചെയ്യുമ്പോൾ ഐസ് വെച്ചിട്ട് ഫണ്ടായിട്ട് കൊടുക്കുന്നു. സിമ്പിൾ. അതുപോലെ റോസ് മിൽക്ക് ഉണ്ട്, പലതരം മാംഗോ ആയിരിക്കും, എന്താണെന്നറിയില്ല, ആയിരിക്കും. സാധനം വെറൈറ്റി ഓഫ് സാധനങ്ങളാണ്. കൊള്ളാം. നമ്മുടെ സഞ്ജയ് ഭായി എത്തി. ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ സഞ്ജയ് ഭായി എത്തിയിരിക്കുകയാണ്. കരിക്കും വെള്ളം കൊള്ളാം. പിന്നെ ഞങ്ങൾ ഇത് ചാച്ചോസ് എന്ന് പറഞ്ഞൊരു സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്കിപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബഹുത് അച്ഛാ. ബുക്കിറ്റ് ബിന്താങ് സ്ട്രീറ്റിലെത്തി ഞങ്ങളിപ്പോൾ. ഭയങ്കര തിരക്കാണ്, നല്ല രസമാണ്. ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. പോരാത്തതിന് ചൈനീസ് ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഹോളിഡേയും കൂടിയാണ്. പവിലിയൻ ഷോപ്പിംഗ് മാൾ, സോ ഇതിപ്പോ റൈറ്റ് സൈഡിലൂടെ ഞങ്ങൾ കാണുന്നത് പവിലിയൻ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ ഒരു ഷോപ്പിംഗ് മാൾ ആണ്. ബിഗസ്റ്റ് ഷോപ്പിംഗ് മാൾ. ഇവിടെ നമ്മൾ പറയുമ്പോൾ വേറെ this building you can see with the different kind of intersections. This and the next one. എല്ലാ ബിൽഡിംഗ് ഓരോ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഓരോ ബിൽഡിങ്ങുകളും ചില ബിൽഡിംഗ് ബ്രാൻഡഡിന്റെ മാത്രമായിട്ടായിരിക്കും ഉള്ളത്. അതായത് വേൾഡ് ഫേമസ് എ ക്ലാസ് ബ്രാൻഡുകളുടെ മാത്രമായിട്ടുള്ള ഷോപ്പുകളായിരിക്കും ചില ബിൽഡിങ്ങുകൾ. ചിലത് ബി ഇതിനകത്തുള്ളത്. ആ നിലക്ക് ഈ ചില ബിൽഡിംഗ് ചെന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ചാത്തന്മാര് വിൽക്കുന്ന സ്ഥലം. ചാത്തൻ മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസിന്റെ മാത്രമായിട്ടുള്ള ബിൽഡിങ്സ്. അതായത് നമ്മുടെ പോക്കറ്റിന്റെ കനം അനുസരിച്ചിട്ടും നമ്മുടെ മനസ്സിലുള്ള ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള എന്ത് സാധനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഷോപ്പിംഗില് മലേഷ്യയിലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
സോ തിരക്കേറിയ ആ വീതികളിൽ നമുക്ക് ഒരു സ്ഥലം കിട്ടി പാർക്ക് ചെയ്യാനായിട്ട്. 12 റിങ്കറ്റ് ആണ് ഇവിടെ പാർക്കിംഗ് ചെയ്യേണ്ടില്ലേ. 12 റിങ്കറ്റ് നമ്മൾ പാർക്ക് ചെയ്തു. 12 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 220 രൂപ വന്നു. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ബുക്കിറ്റ് ബിൻതാങ് ഭക്ഷണം കഴിച്ച് മരിക്കാൻ പോകും. Until 4 AM you can see like this. Until 4 AM. വെളുപ്പിന് 4 മണി വരെ ഇവിടെ ഇതേപോലെ ആയിരിക്കും എന്നാണ് അതായത് നമ്മള് തായ്ലൻഡിൽ കമ്പയർ ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോ അതായിരുന്നല്ലോ. തായ്ലൻഡില് ഡിസ്കോ ബാറുകളും മറ്റേതൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഫുഡിന്റെ വെറൈറ്റി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും വിഷ്വൽസ് കാണാം. തായ്ലൻഡ് ദൂരെ ഇരിക്കുന്നത് അവിടെ അതിന്റെ മണം ഇപ്പോഴും അടിച്ചു. ഓക്കെ, സോ അപ്പൊ നമ്മള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്.